ഹലോ എവ്രി വൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് കരിമ്പട മൂവിയുടെ ടീമാണ്. ഹായ്. അപ്പൊ നമ്മൾ മൂവിയിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എൻ്റെ പേര് വിവേകാനന്ദൻ. ഞാൻ ഒരു കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുകയാണ്. എൻ്റെ ആദ്യത്തെ ഫിലിമാണ്. ഞാൻ ഇതിനൊരു വില്ലൻ ക്യാരക്ടർ, അതായത് മെയിൻ വില്ലൻ അല്ല, ഇതിന് തൊട്ടുതാഴെ വരുന്ന ഒരു വില്ലൻ ക്യാരക്ടറാണ് ചെയ്യുന്നത്. വളരെ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു ബിഗ് സ്ക്രീൻ സിനിമ. അതിലെ ഷോർട്ട് ഫിലിമുകളാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് എൻ്റെ ഡയറക്ടറും അതുപോലെ മെയിൻ ക്യാരക്ടർ ചെയ്ത ആളൊക്കെ. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ അനുഭവം നമ്മളല്ലല്ലോ കാഴ്ചക്കാരാണല്ലോ നമ്മളെ വിലയിരുത്തേണ്ടത്. എന്നിരുന്നാലും ഇതിൽ രാമനുണ്ണി എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെയാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. വളരെ സന്തോഷകരമായ ഒരു അന്വേഷണത്തിലൂടെ പോകുന്നു. ഉടൻ തന്നെ പടം റിലീസാണ്. വിജയിക്കുമെന്നും എല്ലാവരും അത് കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുമെന്നും വിചാരിക്കുന്നു. എൻ്റെ പേര് ശാരിക നായർ. അതിന്റെ മൂന്നാമത്തെ പടമാണ്. ഫസ്റ്റ് മൂവി അവിരാച്ചന്റെ സ്വന്തം ഇണങ്ങത്തിയത് മൂവിയിൽ ഹീറോയിനായിട്ടാണ് ചെയ്തത്. പിന്നെ കണ്ടശ എന്ന് പറഞ്ഞൊരു മമ്മി സെഞ്ചുറീസിന്റെ അവാർഡ് മൂവി ചെയ്തിട്ടുണ്ട്. പിന്നെ അവിരാച്ചന്റെ ഇണങ്ങത്തിയുടെ സെറ്റിൽ നിന്നാണ് ഇതും ചെയ്തത്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് തന്നെ ഷൂട്ട് ചെയ്തുകൊണ്ടത്. അപ്പം ഇതില് TMO എന്ന് പറയുന്നത് ശക്തമായൊരു കഥാപാത്രം, അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ കുറേയേറെ സീരിയല്, ഏഷ്യാനെറ്റില് സൂര്യയിലൊക്കെ ആയിട്ട് സീരിയലുകൾ, ഞാൻ കുറേ 10-30 ഷോർട്ട് ഫിലിംസ്, പിന്നെ OTT വെബ് സീരീസ്, സ്റ്റേജ് പ്രോഗ്രാം, അമൃത കോമഡി മാസ്റ്റേഴ്സ്, അങ്ങനെ പറയാനാണെങ്കിൽ കുറേ ചെയ്യുന്നുണ്ട്. പിന്നെ സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് ചെയ്തും ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ഫിലിംസ് കുറേയേറെ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് എന്നെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ ബാക്കിയൊക്കെ ഈ പടത്തെ കുറിച്ചാണ്, അത് പറയാം. ഓക്കെ. അപ്പൊ പൊതുവെ ഡയറക്ഷനും ഇതില് സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിലൊക്കെ വിമൻ ഉണ്ട്, പക്ഷെ എക്സ്പ്ലോർ ചെയ്ത് കൂടുതൽ വരുന്ന ഒരു ട്രെൻഡാണല്ലോ. അപ്പൊ എന്ത് തോന്നുന്നു അതില് ചെയ്തപ്പോ? അതില് ഞാൻ ഈ സിനിമയിൽ ഇറങ്ങിയ സമയത്ത് എനിക്ക് സിനിമ എന്താന്ന് പോലും അറിയത്തില്ലായിരുന്നു. ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്ന ഞാനൊരു ചെറിയൊരു വെബ് സീരീസിന് മുമ്പിൽ. അപ്പം എനിക്ക് സിനിമ എന്താന്ന് പോലും, ഈ ക്യാമറയ്ക്ക് മുമ്പിൽ എങ്ങനെ നിൽക്കണമെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ ഞാൻ ആ വെബ് സീരീസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ യൂട്യൂബിലൂടെ സ്ക്രിപ്റ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് പഠിച്ചു. പിന്നെ നമുക്ക് അതിലൂടെ ഈ ഒരു സെറ്റിൽ പോകുമ്പോഴാണല്ലോ ബന്ധങ്ങൾ ഉണ്ടാവുന്നത്. ആ ബന്ധങ്ങളിലൂടെ കുറെ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും. അങ്ങനെ സിനിമ ഇൻഡസ്ട്രിയിലുള്ള ഫസ്റ്റ് പരിചയപ്പെടുന്ന പട്ടാമ്പി ചന്ദ്രൻ എന്നാണ് ചന്ദ്രചേട്ടൻ. അപ്പൊ ചന്ദ്രചേട്ടനെ വിളിച്ച് ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് ഒന്നും കൂടെ ചോദിച്ചു മനസ്സിലായി. ചേട്ടൻ പറഞ്ഞു. അതിനുശേഷം സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങിയപ്പോൾ എനിക്ക് ഡയറക്ഷൻ ചെയ്യണമെന്നൊരു ആഗ്രഹമായി. അങ്ങനെ ഡയറക്ഷൻ പഠിക്കാൻ തുടങ്ങി. ഞാൻ ഓൺലൈൻ വഴി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ഷൻ പഠിക്കുന്നത്, ഇപ്പോഴും പഠിക്കുന്നത്. അപ്പം അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അടുത്തൊരു ഇപ്പൊ ഒരു 3 ഷോർട്ട് ഫിലിംസ്, ഒരു വെബ് സീരീസ് ഞാനായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്കത് സിനിമയാക്കണമെന്നാണ് ആഗ്രഹം. അതിലേക്കുള്ള ഒരു കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നിലവിൽ 3 പടം ഇപ്പൊ ചെയ്യുന്നുണ്ട്. ലൊക്കേഷനിൽ നിന്നാണ് ഇങ്ങോട്ട് വന്ന വയനാടെന്ന്. ഞാൻ ശ്രീനിവാസിനോട് മൂവി ചെയ്യുന്നുണ്ട്. പിന്നെ കൈലാഷിനോട് മൂവി ചെയ്യുന്നുണ്ട്. തമിഴ് ഹീറോയിനെ ചെയ്യുന്നുണ്ട്. അവിടെ നിന്നാണ് ഇങ്ങോട്ട് ഇനി ഇവിടെ തിരികെ അങ്ങോട്ടോ.